ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും തണ്ണിമത്തൻ ഇഷ്ടമല്ലേ? അതായത് നമ്മുടെ വാട്ടർമെലൺ. എങ്കിൽ പിന്നെ അതിൻ്റെ ഒരു DIY ചെയ്താലോ? ഇതുപോലെ കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പീസ് എടുത്ത് റൗണ്ട് ഷേപ്പിൽ അതിനെ മുറിച്ച് അതിന് ചുറ്റും ലൈറ്റ് ഷെയ്ഡ് ഗ്രീൻ കളർ അടിച്ചു കൊടുക്കുക. ഇനി തണ്ണിമത്തന് അകത്ത് കളർ കൊടുക്കണ്ടേ? അതിനുവേണ്ടി ഡാർക്ക് റെഡ് കളർ അകത്തൂടെയും ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അകത്ത് നമുക്ക് ഒരു പീസ് വെക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പിൽ ഒരു കാർഡ്ബോർഡ് പീസ് മുറിച്ചെടുത്ത് അതിലേക്ക് പച്ച തേച്ച് A4 ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് റെഡ് കളർ പെയിൻറ്റ് ഇതിലും ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ടേബിളിലൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് വെക്കാൻ ബാസ്ക്കറ്റ് പോലെയും പിന്നെ നമ്മുടെ മേക്കപ്പ് ഐറ്റംസ്, ക്രാഫ്റ്റ് ചെയ്യുന്ന ഐറ്റംസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ഇതിനുള്ളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ റെഡും ഗ്രീനും ഒക്കെ കംപ്ലീറ്റ് ആയ സ്ഥിതിക്ക് ഇനി അകത്ത് മെയിനായിട്ടുള്ള ആള് സീഡ്സ് ആണല്ലോ. അപ്പോൾ ഒരു ബ്ലാക്ക് കളർ മാർക്കർ എടുത്ത് ചന്നം ഭിന്നം അവിടെ ഇവിടെ സീഡ്സ് വരച്ചു കൊടുക്കുക. അകത്ത് വെക്കാനുള്ള പീസിലും സീഡ്സ് വരയ്ക്കുക. ഇനി എന്നാത്തിനാണെന്നൊന്നും അറിയത്തില്ല, ഒരു വൈറ്റ് ഓട്സ് ഞാൻ എല്ലാ സീഡ്സിലും ഇതുപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ചുകൂടി ഒരു ഒറിജിനാലിറ്റി തോന്നാൻ വേണ്ടിയിട്ട് പുറം തോടിന് ലൈറ്റ് ഗ്രീൻ ആണല്ലോ കൊടുത്തത്, അതിൻ്റെ മുകളിൽ കൂടെ ഡാർക്ക് ഗ്രീൻ കളറ് ഇതുപോലെ ഒരു ഷേപ്പ് വരച്ച് അതിന് ചുറ്റും വൈറ്റ് കളർ ഔട്ട്ലൈൻ കൊടുത്തു. പിന്നെ ഇതുപോലെ പോയ കാർഡ്ബോർഡ് പീസ് തിരിച്ച് തണ്ണിമത്തൻ പോലെ വന്നാലോ? കൊള്ളാവോ? ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണേ. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്തൊരു DIY ആയിട്ട് പിന്നെ കാണാം. ബൈ. താങ്ക് യു.